ഹായ് ഹലോ വെൽക്കം ടു സീരിയൽ ടുഡേ. ദിസ് ഈസ് നിമിഷാറാം. മഴതോരു മുൻപേ എന്ന സീരിയലിലെ ഓട്ടോ ഷാജി എന്ന കഥാപാത്രം ചെയ്യുന്ന സിദ്ധാർത്ഥാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. സുഖായിരിക്കണം? സീരിയലിലും ആദ്യമായിട്ടാണ് സീരിയലിലെ പുതിയ കഥാപാത്രം. ഓക്കെ, എനിക്ക് തോന്നുന്നു സീരിയൽ ജീവിതത്തിലെ തുടക്കം തന്നെ ഏഷ്യാനെറ്റിലായില്ലേ? അതെ. ഞാൻ പക്ഷെ നോട്ടീസ് ചെയ്തിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ലുക്കും മാറ്റേഴ്സ് ആണല്ലോ അല്ലെ? ഇപ്പൊ സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഈ ലുക്കുള്ള ആൾക്കാരെ. അപ്പോ ശരിക്കും ഉണ്ണി മുകുന്ദന്റെ ഫേസ് കട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി നല്ലൊരു ബിഗ് സ്ക്രീനിൽ വരണം ആഗ്രഹം തന്നെയാണ്. അത് വരും വേണം ആൾക്കാരിലേക്ക്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അടുത്ത സീരിയൽ നമുക്ക് ഹീറോ ആയിട്ട് തന്നെ കാണാൻ പറ്റും, ലുക്ക് വൈസും എല്ലാം. അതെ, ശ്രമിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ ശബ്ദം കേട്ടോ, പാട്ട് പാടുവോ? ചെറുതായിട്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെ. ഹായ് ഹലോ വെൽക്കം ടു സീരിയൽ ടുഡേ. ദിസ് ഈസ് നിമിഷാറാം. മഴതോരു മുൻപേ എന്ന സീരിയലിലെ ഓട്ടോ ഷാജി എന്ന കഥാപാത്രം ചെയ്യുന്ന സിദ്ധാർത്ഥാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. സുഖായിരിക്കണം? എനിക്ക് തോന്നുന്നു സീരിയലിലെ പുതിയ കഥാപാത്രമാണ്. സീരിയലിലും ആദ്യമായിട്ടാണ് സീരിയലിലെ പുതിയ കഥാപാത്രം. ഓക്കെ, ഓൾറെഡി മുന്നേ ഒരാൾ ഈ ഓട്ടോ ഷാജി ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ അത് റീപ്ലേസ് ആയിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാനത്. എനിക്ക് തോന്നുന്നു സീരിയൽ ജീവിതത്തിലെ തുടക്കം തന്നെ ഏഷ്യാനെറ്റിലായില്ലേ? അതെ. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. തീർച്ചയായിട്ടും. ഏഷ്യാനെറ്റ് തുടക്കം കുറിച്ച ആൾക്കാർക്കൊക്കെ നല്ല ഭാവിയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് അല്ലേ? അങ്ങനെ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഈ സീരിയലിലോട്ടാണോ വരുന്നത് അതോ മുൻപ് സിനിമയിൽ തന്നെയാണ് വന്നത്. മാധവ് രാംദാസ് എന്ന് പറഞ്ഞ സംവിധായകന്റെ കൂടെ അസിസ്റ്റന്റ് ആയിരുന്നു. അസിസ്റ്റന്റ് സംവിധായകനായിട്ടാണ് വന്നത്. ഇളയരാജ എന്ന് പറഞ്ഞ ചിത്രത്തിൽ കൂടെ. പിന്നെ അത് കഴിഞ്ഞ് നിരവധി ചിത്രങ്ങൾ ഞാൻ തന്നെ നായകനായിട്ട് ഒരുപാട് പടങ്ങൾ ചെയ്തു. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ പവിത്രം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്ത സംവിധായകൻ സുനിൽ കാര്യമായിട്ടായിരുന്നു. പുള്ളിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു പിക്കാസോ, പകിടയൊക്കെ ചെയ്ത ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിയുടെ സിനിമയിലെ പിക്കാസോ എന്ന് പറഞ്ഞ ഫിലിമിൽ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ഏതം, അഞ്ചിൽ ഒരാൾ തസ്കരൻ, അങ്ങനെയുള്ള ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഷാജുൻ കാരിയൽ സാറിൻ്റെ സംവിധാനം ചെയ്ത മൃദുഭാവേതരുടെ കൃത്യം എന്ന ചിത്രം. ഇപ്പോൾ റീസെൻ്റ്ലി ദിലീപേട്ടൻ്റെ പടത്തിലൊരു നീക്കം എന്ന് പറഞ്ഞ പടം, ജഗൻ, ഷാജി കലാസറിൻ്റെ മോൻ്റെ ജഗനിലൊരു വേഷം, ആ പടത്തിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പ്രതിച്ഛായയിൽ ചെയ്തായിരുന്നു. സിനിമകളും പാരലലി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് എനിക്ക് തോന്നുന്നു ഓൾറെഡി സിനിമയിൽ തന്റെ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണല്ലേ? അങ്ങനെ. പിന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ നിന്ന് സീരിയലിലോട്ടൊരു കടന്നു വരവ് എന്തുകൊണ്ടായിരുന്നു? അങ്ങനെയല്ല, ഇപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല. അത് കിട്ടാനും അതിൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടറും നല്ലൊരു സിനിമയുടെ ഭാഗമാവാനും ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫും നമ്മുടെ ഏജും നമ്മുടെ എല്ലാം മാറ്റർ ചെയ്യും. നമ്മളത് എപ്പോഴാണ് കിട്ടുകയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമും ഒരേപോലെ തന്നെയാണ് കാണുന്നത്. ഏത് സ്റ്റേജിലായാലും നമ്മൾ പെർഫോം ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിനിമ സീരിയൽ എന്നില്ല. ഓക്കെ, അതിലുപരി കലാകാരൻ എന്നുള്ളൊരു തന്റെ കഴിവ് തെളിയിക്കുക എന്നാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ എല്ലാവരും ഈ സീരിയലിലോട്ടൊക്കെ കടന്നവർ നടത്തിയ എല്ലാവർക്കും ഒരു സ്വപ്നം എന്ന് പറയുന്ന സിനിമയായിരിക്കും. അപ്പൊ സിനിമയിലോട്ടുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ള രീതിയിലാണ് പലരും സീരിയലിലോട്ട് കയറുന്നത്. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും ഒരു കലാകാരനായി അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? അല്ലെങ്കിൽ ഫിലിമിൽ കയറിയ ആൾക്കാരൊക്കെ വീണ്ടും അവിടെ ഇനിയിപ്പോ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഇല്ലെങ്കിലും കുറച്ച് സ്ട്രഗിൾ ചെയ്താലും അവിടെ തന്നെ നിന്നിട്ടാണ്. അങ്ങനെ ആയി പോകണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ആർക്കും അറിയില്ല നെക്സ്റ്റ് എന്താണ്. അപ്പോൾ ഒരുപക്ഷെ വീണ്ടും ഇത് തന്നെ എന്നെ വീണ്ടും സിനിമയിലേക്ക് കൊണ്ടുവന്നാലും അപ്പോൾ എന്തും നമ്മുടെ ഒരു പ്രതീക്ഷ, ഹോപ്പ് എപ്പോഴും വെക്കണം. അത് 1% ആണെങ്കിലും. ഇപ്പൊ ഫിലിം എന്ന് പറഞ്ഞൊരു ലക്കാണ് നമ്മൾ അല്ലേ? ഫിലിമില് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമുക്ക് അറിയപ്പെടുമായിരിക്കും. ഒരുപാട് ക്യാരക്ടർ ചെയ്ത ചില ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം മാത്രം അറിയപ്പെടുമായിരിക്കും. പിന്നീട് അതിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ അടുത്തൊരു പടം വരണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറിയ റോൾസ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ സീരിയൽ എന്ന് പറയുമ്പം ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ എല്ലാ ദിവസവും അല്ലേ നമ്മുടെ ഫേസ് കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടുന്നതും. അത് സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ സീരിയൽ എപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന എവറിഡേ എപ്പിസോഡാണ്. പക്ഷെ സിനിമ ഒന്ന് വരുമ്പോൾ അതിൽ രജിസ്റ്റർ ആവും, സീരിയലാകുമ്പോഴും രജിസ്റ്റർ ആവും. പക്ഷെ അത് നല്ല സിനിമയായിരിക്കണം. സീരിയലായാലും നല്ല ചാനൽ, നല്ലൊരു പ്ലാറ്റ്ഫോം, നല്ലൊരു ഇതാണെങ്കിൽ മാത്രമാണ് നമ്മളെ അറിയപ്പെടുന്നത്. പക്ഷെ ഏഷ്യാനെറ്റ് സീരിയൽ എന്ന് പറഞ്ഞ ഒരു വൈഡ് ഓഡിയൻസിന്റെ ഇപ്പം അല്ലേ? എല്ലാ ചാനലും അടിപൊളിയാണ്, സീരിയലും അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ഏഷ്യാനെറ്റ് ഓഡിയൻസ് ഒരു പ്രത്യേകിച്ച് ഒരു ഓഡിയൻസ് തന്നെയുണ്ട് കാലങ്ങളായിട്ട്. പറയാനുള്ള കാരണം അത് കാലങ്ങളായിട്ട് വന്ന ബാക്കിയെല്ലാം ദൂരദർശന് ശേഷം ഒരു ഏഷ്യാനെറ്റ് സീരിയലാണ് ആൾക്കാരുടെ ഒരു നെക്സ്റ്റ്
ഒരു അപ്രോച്ച് ചെയ്യാനും കാണാനും പ്ലാറ്റ്ഫോം ആണ് ഏഷ്യാനെറ്റ്. ഒരു പഴയ അമ്മമാരൊക്കെ ഏഷ്യാനെറ്റ് സീരിയൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ടെങ്കിൽ അയ്യോ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാനൊരു മടി, ഏഷ്യാനെറ്റിന് കളറിനൊരു വ്യത്യാസമുണ്ട്, സീരിയൽ എല്ലാം അവർക്കൊരു ഡിഫറൻസ് ഒരുപാട്. അപ്പൊ അത് എന്തായാലും ഫേസ് വിസിബിലിറ്റിയും അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും സീരിയലുകൾക്കാണ് ഉണ്ടാകുന്നത്. അതെ, കാരണം അതിന്റെ ഇമ്പാക്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ 4 എപ്പിസോഡ് കഴിഞ്ഞത് അത് ഇമ്മീഡിയറ്റ് ആയിട്ടായിരുന്നു ആ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞത് റിലീസ് ചെയ്തവര്. അതെ. അപ്പൊ ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കടയിൽ ചായ കുടിക്കാൻ പോയപ്പോൾ ഒരു അമ്മയും മോളും വന്നിട്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും കാലം ഞാൻ സിനിമ ചെയ്തിട്ട് ആരും എന്നെ നോട്ടീസ് ചെയ്തില്ല. തിങ് ഈസ് ദാറ്റ് ഏതാണ് ബെസ്റ്റ് അത് വരുമ്പോ ആൾക്കാർ അത് കണ്ടറിഞ്ഞ് വരും. ആൾക്കാരുടെ പ്രശ്നമല്ല, പക്ഷെ സാധനം നന്നായി അത് അവരുടെ മുന്നിലോട്ട്. അപ്പൊ സീരിയല് ഒരു ഫാസ്റ്റ് ഇതാണ്, പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തും സിനിമയെക്കാളും. അതെ, ഞാൻ പക്ഷെ നോട്ടീസ് ചെയ്തിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ലുക്കും മാറ്റേഴ്സ് ആണല്ലോ അല്ലെ. ഇപ്പൊ സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഈ ലുക്കുള്ള ആൾക്കാരെ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഒന്ന് പിന്നെ നോട്ടിടും, അങ്ങനെയല്ല അല്ല ഒരു ഫോളോ ചെയ്യും. അപ്പോ ശരിക്കും ഉണ്ണി മുകുന്ദന്റെ ഫേസ് കട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാണും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല ശരിക്കും നല്ല രീതിയിൽ ഫേസ് ഫേസ് കട്ട സംസാര രീതിയിലൊക്കെ മേ ബി അതങ്ങനെ ആൾക്കാര് പറയുമായിരിക്കും. കാരണം എല്ലാവർക്കും ഈ നടന്മാരായിട്ട് വരുമ്പോ എന്തെങ്കിലും ഒരു ആളായിട്ട് റിസംബിൾ ചെയ്യും. ശരിക്കും ആ റിസംബ്ലൻസ് ഒരുപാട് കാണാനുണ്ട്. ശരിക്കും ഒരു ഫിലിമിന് ഒരു ഫേസ്, നമുക്ക് ഫിലിമിലെ ചില ഫേസ് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ അക്സെപ്റ്റൻസ് ഉണ്ട്. അതേപോലെ ഫിലിമിൽ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഫേസ് ഒക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതേപോലെ വരണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല സിനിമകളിൽ ചെയ്യണുണ്ട്. പക്ഷെ ഇതേപോലെ ആൾക്കാർ കണ്ട് അറിഞ്ഞ് ഇതേപോലെ ഇപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഡെഫിനറ്റ്ലി നല്ലൊരു ബിഗ് സ്ക്രീനിൽ വരണമെന്ന് ആഗ്രഹം തന്നെയാണ്. അത് വരും വേണം, ആൾക്കാരിലേക്ക് എത്തും. ഇതിലെ ഓട്ടോ ഷാജി എന്നുള്ള കഥാപാത്രം അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് സീരിയലില്? എനിക്ക് തോന്നുന്നു ഇതിലിപ്പോ സീരിയലിലേക്ക് ഈ ഒരു ക്യാരക്ടർ അലീന എന്ന് പറഞ്ഞ ഇതിന്റെ ലീഡ് ചെയ്യണ ക്യാരക്ടറിനെ ഒരു വെൽ വിഷറായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ്. കാരണം അവളൊരു ജീവൻ പോണ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവളെ രക്ഷിച്ചുകൊണ്ട് വരുന്നൊരു ക്യാരക്ടർ. കാരണം അത്രയും അവളെ എല്ലാവരും ഒപ്പോസ് ചെയ്ത് നിന്നൊരു സിറ്റുവേഷനിൽ കൈ പിടിച്ച് കയറ്റി കൊണ്ടുവന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. അത് പിന്നെ ആ ഫാമിലിയോട് യോജിച്ചു, അങ്ങനെ ഇമർജ് ആയിട്ട് വന്നിട്ടുള്ളൊരു എനിക്ക് തോന്നുന്നു സാധാരണ അങ്ങനത്തെ ഒരു ക്യാരക്ടറുകൾ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് എനിക്ക് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഓട്ടോ ഷാജിയിലുണ്ട്. വെറുതെ വന്ന് നിൽക്കണ ഒരു ആളല്ല, അയാൾ ഭയങ്കരമായിട്ട് ഇതിൽ ഇൻവോൾവ് ആവുന്ന ഒരാളാണ് അലീന എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ പ്രധാന കഥാപാത്രത്തിനെ ഹെൽപ്പിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അതിനോട് യോജിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും അത് നല്ലൊരു ക്യാരക്ടറായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അടുത്ത സീരിയൽ നമുക്ക് ഹീറോ ആയിട്ട് തന്നെ കാണാൻ പറ്റും, ലുക്ക് വൈസും എല്ലാം. അതെ, ശ്രമിക്കുന്നുണ്ട്, ആരെങ്കിലും തന്ന. ഇത് ഫസ്റ്റ് സീരിയൽ ആണല്ലോ അല്ലെ? ഇപ്പൊ ഫിലിമിൽ നിന്ന് സീരിയലിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഡിഫറൻസ് തോന്നി കാണത്തില്ലേ? മൊത്തം അല്ല, ഒരുപാട് ആക്ടിങ് ആണെങ്കിലും നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആകണം എന്നുണ്ടോ സീരിയൽ ആകുമ്പോൾ? എക്സ്പ്രസീവ് അല്ല, നമുക്ക് സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സിറ്റുവേഷൻസ് നമുക്ക് ഫ്രെയിമിൽ ഡയറക്ടറിന് അപ്പോൾ ചായ കുടിക്കണ സാധനം ഇപ്പോൾ ചായ കുടിക്കണതായിട്ട് കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് അയാൾ ചായ കുടിക്കാം. പക്ഷെ സീരിയലിൽ അത് പറയണം, ഞാൻ ചായ കുടിക്കാൻ പോവാം. അത്ര ഡിഫറൻസ്. അത് പറഞ്ഞാലാണ് ആൾക്കാർക്ക് അറിയുള്ളൂ. ഒരു സിറ്റുവേഷനും അവര് സീരിയലിൽ മനസ്സിലാക്കി എടുക്കത്തില്ല. ഇല്ല, എല്ലാ ക്യാരക്ടേഴ്സും അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ അമ്മമാരും കുടുംബ പ്രേക്ഷകരൊക്കെ അല്ലേ കാണുന്നത്. ഗോസിപ്പ് സംസാരിക്കാൻ ഇഷ്ടമുള്ള, അപ്പൊ ഗോസിപ്പുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള. അപ്പൊ അതാണ് സീരിയലിന്റെ ഡിഫറൻസ്. ഡെയിലി സോ പക്ഷെ ഒരുപാട് അമ്മമാരുടെയും എല്ലാവരുടെയും സ്നേഹം ലഭിക്കട്ടെ. പക്ഷെ സിദ്ധാർത്ഥ ശബ്ദം കേട്ടോ, പാട്ട് പാടുവോ? ചെറുതായിട്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെ. എന്തായാലും നമുക്ക് കൂടുതൽ ഇനിയും ഫിലിമിലൂടെയും സീരിയലിലൂടെയും കാണാൻ പറ്റട്ടെ. ഇനി നായകനായിട്ട് തന്നെ വരട്ടെ. ഈ മാനറിസത്തിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, എനിക്ക് ഭയങ്കര റിസംബ്ലൻസ് ആണ്. നേരത്തെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. ഭയങ്കരമായിട്ട് ഒരു മാനറിസം ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നല്ല കഥാപാത്രമായിട്ട് കാണാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.